Assalamualaikum. Hi friends, welcome back. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മോൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഓപ്പൺ കിച്ചണാണിത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കിച്ചൺ വളരെ ഇഷ്ടമായി. എല്ലാ ദിവസവും ഞാനിവിടെ കുക്ക് ചെയ്തിരുന്നു, പക്ഷേ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. മിക്ക ദിവസങ്ങളിലും പുറത്തു പോയിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കി വെച്ച് പോവാറാണ് പതിവ്. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ കഴിയാഞ്ഞത്. എന്തായാലും ഒരു ചെറിയ വീഡിയോ കൂടി ഇവിടുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്ന് ഞാനൊരു ടേസ്റ്റി ഡ്രിങ്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഡ്രിങ്കാണിത്. ആപ്പിൾ ഗീർ. ആപ്പിൾ ഗീർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു വേണ്ടി ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 2 ആപ്പിൾ തൊലി ചെത്തി ചെറുതായി മുറിച്ചെടുത്തതാണിത്. അത് മിക്സിയുടെ ജാറിലേക്ക് ചേർക്കുക. അതിനുശേഷം ഇതിലേക്ക് 10 അണ്ടിപ്പരിപ്പ്, 2 നുള്ള് കുങ്കുമപ്പൂവ്, ഇവ രണ്ടും ചുടുവെള്ളത്തിൽ കുതിർത്തെടുത്തതാണിത്. അത് ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി അടിച്ചെടുക്കുക. ഇതിലേക്ക് ഞാൻ 2.5 കപ്പ് പാലാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം 1 കപ്പ് പാൽ ഒഴിച്ചിട്ട് നന്നായി അടിച്ചെടുക്കണം, എന്നാലേ ആപ്പിൾ നന്നായി അരഞ്ഞു കിട്ടും. അപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ട് വരാം. ഇനി ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതായത് ബാക്കി 1.5 കപ്പ് പാലും കൂടി. അതിന് ശേഷം ഒന്നുകൂടി അടിച്ചെടുക്കുക. ഇപ്പോൾ ബാക്കിയുള്ള പാൽ ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ആപ്പിൾ ഗീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. രണ്ട് ലോങ് ഗ്ലാസ് എടുത്ത് അതിലേക്ക് ആപ്പിൾ ഗീർ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഏതെങ്കിലും നട്ട്സ് മുകളിൽ വിതറിയതിന് ശേഷം 2 കുങ്കുമപ്പൂവും കൂടി വിതറി ഗാർണിഷ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഈസി ആപ്പിൾ ഗീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വെബ്സൈറ്റിൽ നേരത്തെ ഞാനിത് പോസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇതുപോലെ വേറെ നല്ലൊരു കിടിലൻ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.